നമസ്കാരം. ഷക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആന, കാട്ടുപോത്ത്, കടുവ, പുലി, കാട്ടുപന്നി ഇങ്ങനെ കേരളത്തിലെ വനങ്ങളിൽ വിവിധങ്ങളായ വന്യമൃഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ വീടും നാടും ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ ഓടിമറയേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ മലയോര മേഖലകളിലുള്ള കർഷക ജനങ്ങൾ. കൃഷി കൊണ്ട് ഉപജീവനം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും വിളകൾക്ക് മതിയായ വില ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് പുറമെയാണ് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കൂടി കർഷകർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കഴിഞ്ഞ വർഷം മാത്രം 100-ന് മുകളിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പല പദ്ധതികളും പരിപാടികളും പ്രഖ്യാപിക്കുന്നതല്ലാതെ ഗവൺമെന്റ് ഒരു നോക്കുകുത്തിയെ പോലെ കഷ്ടപ്പെടുന്ന കർഷക ജനതയ്ക്ക് നേരെ പല്ലിളിച്ച് കാണിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പാകട്ടെ കാട്ടുമൃഗങ്ങളെക്കാൾ ക്രൂരതയോടും പകയോടും കൂടിയാണ് മലയോര മേഖലകളിലുള്ള കർഷക ജനതയെ നോക്കിക്കാണുന്നത്. തിമിർത്തു പെയ്യുന്ന മഴയും കാറ്റും വെള്ളപ്പൊക്കങ്ങളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുകളും ഈ മഴക്കാലത്തെയും സംഘർഷഭരിതമാക്കുമ്പോൾ മലയോര കർഷകർ ഭീതിയോടെയാണ് ഭാവിയിലേക്ക് നോക്കുന്നത്. ഷക്കേന ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത് ഈ മഴക്കാലത്തും തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മലയോര കർഷകരുടെ കണ്ണുനീർ തുള്ളികളെ കുറിച്ചും നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമാണ്. എന്റെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ജോൺസൺ കൊച്ചുപറമ്പൻ, മാധ്യമപ്രവർത്തകൻ, ഫാദർ ഫിലിപ്പ് കവിയിൽ, കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ, ജോൺസൺ തൊഴുത്തുങ്കൽ, കത്തോലിക്ക കോൺഗ്രസ്. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ഫിലിപ്പ് കവിയിൽ, നമുക്കറിയാം കേരള സർക്കാർ പല പ്രാവശ്യങ്ങളായി കാട്ടുമൃഗങ്ങളുടെ ആക്രമണം മൂലം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കർഷക ജനതയ്ക്ക് നൽകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് എന്നും അതിന്റെ 40% സംസ്ഥാന ഗവൺമെന്റ് ക്ലെയിം ചെയ്യുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള സാഹചര്യത്തിൽ നമുക്കറിയാവുന്ന പോലെ എത്രത്തോളം ആത്മാർത്ഥത സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിക്കുന്നത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. വളരെ പ്രത്യേകിച്ചും വനമേഖലയോട് അടുത്ത് താമസിക്കുന്ന സാധാരണക്കാരുടെ ജീവന് വന്യജീവി ആക്രമണം വലിയ ഭീഷണി ഉണ്ടാക്കുകയും അനേകം കർഷക സാധാരണക്കാരായ ആളുകളുടെ ജീവൻ പൊലിയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേരള സർക്കാരുകൾക്ക് മുമ്പിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ മുറവിളി കൂട്ടുകയായിരുന്നു. ആദ്യമൊക്കെ ഇത് ബധിരകരണങ്ങളിലാണ് പതിക്കുന്നത് എന്നുള്ളൊരു ഇംപ്രഷനാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കത്തോലിക്ക കോൺഗ്രസിലെ സമന്വിതരായ നേതാക്കളെയും അഭ്യുന്നത പിതാക്കന്മാരെയും വിളിച്ച് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറായി. കൃത്യമായി പറഞ്ഞാൽ അഭ്യുന്നത പാമ്പ്ളാനി പിതാവിന്റെ അടുത്ത് കഴിഞ്ഞ ഇടയ്ക്ക് 2-3 ആഴ്ചകൾക്ക് മുമ്പ് കേരള വനം വന്യജീവി വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രി AK ശശീന്ദ്രൻ തന്നെ വരികയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഒരു സൗഹൃദ സന്ദർശനത്തിന് വന്നതായിരുന്നു. ആ സമയത്ത് അഭ്യുന്നത പിതാവും ഞാനും ഈ വിഷയം കൃത്യമായി പറയുകയും അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ തനിച്ചാണല്ലോ വന്നിരിക്കുന്നത്, ഞാൻ വനം വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിക്കാം, നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ നമുക്ക് ഈ കാര്യം കൃത്യമായി ചർച്ച ചെയ്യുകയും ചടുലമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് വരണ്ട, ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട കേരള സ്പീക്കറും അതുപോലെ വനം വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും തലശ്ശേരിയിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള PWD റെസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങളെ കാണാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ 3 രൂപതകളിലെയും പ്രസിഡന്റുമാരെയും വിവരം അറിയിച്ചു. ബഹുമാനപ്പെട്ട ജോൺസൺ തൊഴുത്തുങ്കൽ സാർ ഇവിടെയുണ്ട്, അതുപോലെ താമരശ്ശേരിയിൽ നിന്ന് ചാക്കോ കാളാവറമ്പിൽ സാറിനെ അറിയിച്ചിരുന്നു, തലശ്ശേരിയിൽ നിന്ന് ഫിലിപ്പ് വെളിയത്ത് സാറിനെയും ഗ്ലോബൽ സമിതിയുടെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടോണി പുഞ്ചകുന്നൽ സാറിനെയും അറിയിച്ചു. ഞങ്ങൾ വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് നമ്മുടെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിച്ചു. എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നമ്മളെ കേൾക്കാൻ അവർ തയ്യാറാവുകയും തീരുമാനങ്ങൾ എടുക്കാൻ അവർ സന്നദ്ധത കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഡെവലപ്മെന്റ് ആണ്.
അന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞ കടന്നിൽ കുത്തേറ്റ് അപകടത്തിലായ ഒരു കുടുംബത്തെ സഹായിക്കുന്ന ആ നിമിഷം തന്നെ മന്ത്രി ആ വേദിയിൽ വെച്ച് 2 ലക്ഷം രൂപ പാസ്സാക്കുകയും അത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളെ വിളിച്ച് തന്നെ ആ വീട്ടിൽ പോയി കൊടുക്കണമെന്ന് പറയും, കഴിഞ്ഞ ദിവസം കൊടുക്കുകയും ചെയ്തു. അതൊക്കെ നമുക്കൊരു പ്രതീക്ഷാവഹമായ കാര്യമാണ്. അതുപോലെ ഞങ്ങൾ അക്കമിട്ട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ജോൺസൺ തൊഴുത്തുങ്കൽ സാർ തന്നെ മാനന്തവാടി, അതായത് മാനന്തവാടി രൂപത ഉൾപ്പെടുന്ന വയനാട് ഡിസ്ട്രിക്റ്റിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അതുപോലെ ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. താമരശ്ശേരിയിൽ നിന്ന് ചാക്കോ സാറിന് വരാൻ പറ്റിയില്ല. അപ്പൊ എങ്കിലും ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൂടി അവതരിപ്പിച്ചു. അവർ കേൾക്കാമെന്ന് സമ്മതിച്ചു, നടപടികൾ എടുക്കാമെന്ന് അറിയിച്ചു. പിന്നീടും എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ ബന്ധപ്പെട്ടവര് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു വന്നത് ഒരു പ്രതീക്ഷാവഹമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വനം വകുപ്പ് മന്ത്രി പറഞ്ഞത്, നമുക്ക് ഈ വക വിഷയങ്ങൾ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ മലയോര മേഖലകളിൽ ഉണ്ടായാൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് അവരെ എപ്പോ വേണേലും വിളിക്കാം. എനിക്ക് വിളിക്കേണ്ട നമ്പറുകൾ തന്നു. നമ്മുടെ ആവശ്യങ്ങൾ കൃത്യം അറിയിക്കാം. ഏറ്റവും പെട്ടെന്ന് തന്നെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഇരിട്ടി പ്രദേശത്ത് കച്ചേരിക്കടവ്, പാലത്തിൻകടവ് എന്ന് പറയുന്ന മലയോര മേഖലയിൽ ആനയിറങ്ങി വലിയ കൃഷി നാശനഷ്ടം ഉണ്ടായി. ആൾനാശമൊന്നും സംഭവിച്ചില്ല, പക്ഷെ കൃഷികൾ നശിപ്പിച്ചു. ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവിടെ ഒരു ജനകീയ സദസ്സ് വിളിക്കാമെന്നും DFOയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ അയക്കാമെന്നും അവർ പറഞ്ഞു. അവർ വരികയും ഞാനും പോയായിരുന്നു ആ മീറ്റിംഗിൽ സംബന്ധിച്ചു. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഫെൻസിങ് കൃത്യമായി നടത്തിയിട്ടില്ല, ചില ഇടങ്ങളിൽ അതിന് ഗ്യാപ്പ് ഉണ്ട്, അതിലൂടെയാണ് ഈ ആന ഇറങ്ങുന്നത്. അപ്പൊ ഫെൻസിങ്ങിനുള്ള തുക അനുവദിക്കണം. ഫെൻസിങ്ങിനുള്ള തുക അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു, ഫാദർ 1.25 കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തി അനുവദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, അത് മാത്രം പോരാ, നമ്മൾ സ്ഥാപിക്കുന്ന ഫെൻസിങ് കൃത്യമായിട്ട് പരിരക്ഷിക്കേണ്ടതുണ്ട്. കാട് പടലങ്ങൾ കയറി മരം വീണൊക്കെ നശിക്കാതെ അത് പരിരക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനം കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം അന്നേരം ഈ 1.25 കോടി എന്നുള്ളത് 2 കോടിയായിട്ട് ഉയർത്തി അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ DFOയെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അതിനുശേഷം DFO എന്നെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ടെൻഡർ വെച്ച് ഏതോ ഒരു ടെൻഡർ എടുക്കാൻ ആളില്ലായിരുന്നു. അതിന് മറ്റ് വഴികളിലൂടെ ഗവൺമെന്റ് ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹം അത് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ അത് കൃത്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു ആത്മാർത്ഥത ഞാൻ കാണുന്നുണ്ട്. ഏതായാലും നേരത്തെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞത്, എനിക്ക് തോന്നുന്നു തൊഴുത്തുങ്കൽ സാറാണ് അന്ന് മന്ത്രിയോട് പറഞ്ഞു, ഞങ്ങളുടെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നത് നിങ്ങൾക്കെതിരായിട്ടല്ല, ഞങ്ങളുടെ ആളുകൾ നഷ്ടപ്പെട്ടതിന്റെ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളുടെ ആളുകൾക്കെതിരെ നിങ്ങൾ പ്രകോപിപ്പിക്കുന്ന വിധത്തില് കേസെടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മന്ത്രി അനുഭാവപൂർവ്വം കേട്ടു എന്നുള്ളത് സത്യമാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നും അവര് ഞങ്ങളോട് ചർച്ച ചെയ്യട്ടെ. അത് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് ഈ വനം മന്ത്രി രാജിവെക്കണമെന്ന് കൽപ്പറ്റയിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും പറഞ്ഞ ആളാണ്. അതുകൊണ്ട് വളരെ കർശനമായ നിലപാടുകൾ എടുക്കുകയും മലയോര ജനതയെ, പ്രത്യേകിച്ച് കർഷകരെ അവഗണിക്കുന്ന സർക്കാരിന് മുന്നോട്ട് പോകാൻ അവകാശമില്ല, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പറയുകയാണ്, ഈ കർശന നിലപാടുകളിലൂടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സ്വരം ഉയർത്തിയപ്പോൾ ഗവൺമെന്റ് നമ്മളെ കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് വളരെ ഋണാത്മകമായ ഒരു കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ അംഗീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാലും നമ്മൾ തുടർച്ചയായി വിലയിരുത്തലുകൾ നടത്തണം. എത്രമാത്രം ആത്മാർത്ഥതയോടെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു. അതിനും മന്ത്രി ഒരു സജഷൻ ഒരു നിർദ്ദേശം പറഞ്ഞത്, നമുക്ക് ഇടവിട്ട് ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യാം, ഇത് കൃത്യമായി വിലയിരുത്താം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ശ്രീ ജോൺസൺ തൊഴുത്തുങ്കൽ, ഇപ്പോൾ ഫാദർ സൂചിപ്പിച്ചു അങ്ങടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ മന്ത്രിയുമായി സംസാരിച്ചത്. അപ്പോൾ ഫാദർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്. പക്ഷേ നമുക്കറിയാം, ഇലക്ഷൻ വരികയാണ്. ഗവൺമെന്റിന് എന്താണെങ്കിലും ഇത് 10-25 ലക്ഷം മലയോര മേഖലയിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്.
അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, കൃത്യമായി ഇടപെടൽ നടത്തുക എന്നുള്ളത് ഒരു 2 വർഷത്തേക്കെങ്കിലും ഗവൺമെന്റിന് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങടക്കം ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങേക്ക് എന്താണ് തോന്നിയത് എന്ന് വെച്ചാൽ എത്രത്തോളം ഇപ്പൊ ദേശീയ തലത്തിൽ തന്നെ വയനാട്ടിൽ നടക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങളെല്ലാം ദേശീയ തലത്തിൽ തന്നെ പല പ്രാവശ്യം പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങേക്ക് ഇതിൽ എത്രത്തോളം പ്രതീക്ഷയാണുള്ളത് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവലിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും, എത്രത്തോളം പ്രതീക്ഷ നൽകും എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? മന്ത്രിയുമായിട്ടുള്ള ഞങ്ങളുടെ കൂടിക്കാഴ്ച ശുഭസൂചകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ പ്രതിഷേധത്തെ കേൾക്കാനായിട്ട് ഭരണകൂടം തയ്യാറാകുന്നു എന്നുള്ളത് ഒരു ശുഭ സൂചനയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അല്ലെങ്കിൽ അത് പരിഹരിക്കാനും ഉള്ള ഒരു താല്പര്യം ഭരണാധികാരികളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും ഏതാണ്ട് 2.5 മണിക്കൂറോളം ഞങ്ങളെ കേൾക്കാനായിട്ട് തയ്യാറായത്. ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവരുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായിട്ടുള്ള സമീപനം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിന് നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ, അതുപോലെ തന്നെ 10 ദിവസം കൂടുമ്പോൾ റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുക്കണമെന്നും അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാര് സ്ഥിരമായിട്ട് മോണിറ്ററിംഗ് നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിനെ കേവലം ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പകരം വളരെ പ്രത്യേകമായിട്ട് മലയോര ജനതയോട് കാണിക്കുന്ന ഒരു താല്പര്യമായിട്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ അതിനെ എടുക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് പലപ്പോഴും കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് നൽകിയ പാഠമാണ്. ആ പാഠത്തിൽ നിന്ന് നന്മ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. പല മേഖലകളിലും തിരുത്തലുകൾക്ക് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വയനാടൻ മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്തയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേന്ദ്ര ഗവൺമെന്റിലൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന മലയോര ജനതയോട് അവരെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി പോലും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്, പ്രതിഷേധാർഹമാണ്. ഏതാണെങ്കിലും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കേരള ഗവൺമെന്റിനെ നോക്കിക്കാണുന്നു, വനം മന്ത്രിയെ നോക്കിക്കാണുന്നു, ഉദ്യോഗസ്ഥരെ നോക്കിക്കാണുന്നു. ഇവർ ഒന്ന് ഉണർന്നെഴുന്നേറ്റാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം എന്തുകൊണ്ടോ വയനാട് ജില്ലയിൽ അല്ലെങ്കിൽ മലയോര മേഖലകളിൽ കുറവായിരുന്നു. എന്തായിരിക്കാം കാരണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ മനസ്സിലാക്കിയത് അന്ന് ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചു. നൈറ്റ് പട്രോളിംഗ്, അതുപോലെ തന്നെ അവരുടെ നിരന്തരമായ നിരീക്ഷണം, വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നുള്ള ശ്രദ്ധയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഈ സമീപ ഭാവി അല്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങളിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ വന്യമൃഗശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഇപ്പോൾ ഫാദർ ഇപ്പോൾ പറഞ്ഞു വളരെ പ്രതീക്ഷാപരമായിട്ട് ഗവൺമെന്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നു, നഷ്ടപരിഹാരങ്ങൾ കൊടുക്കാൻ ആരംഭിക്കുന്നു, കൃത്യമായി സഭയുമായിട്ടും ഇതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള പ്രതിഷേധവുമായി ഇറങ്ങിയ ആളുകളുമായിട്ട് സംസാരിക്കാൻ, ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ കൊണ്ടുവന്ന് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നു. ഇപ്പോൾ ഇടുക്കിയുടെ കാര്യം കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ നമുക്കറിയാം ദിവസവും വന്യമൃഗ ആക്രമണങ്ങൾ കേൾക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കാര്യങ്ങൾ എത്രത്തോളമാണ്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്? എന്തായാലും ഒരു കാലഘട്ടത്തില് വന്യജീവി മനുഷ്യ സംഘർഷം എന്നാ പറയുന്നത്. സംഘർഷം എന്ന് പറയുമ്പോൾ 2 വിഭാഗങ്ങളും അക്രമകാരികളാകണമെന്ന്. അത് മാറിയിട്ട് AKCC പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, മറ്റ് വിവിധ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഇൻഫാം പോലെയുള്ള കർഷക സംഘടനകളൊക്കെ ഈ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടും ജനങ്ങളെ അണിചേർത്ത് പ്രക്ഷോഭവും ഒക്കെ സംഘടിപ്പിച്ചപ്പോൾ ഈ സംഘർഷമല്ല വന്യജീവി ആക്രമണമാണ് എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അച്ഛൻ പറഞ്ഞ AKCCയുമായി നടത്തിയ ചർച്ചയെയോ അല്ലെങ്കിൽ മന്ത്രിയുടെ നിലപാടിനെയോ ഒന്നും ഞാൻ സംശയാസ്പദമായി കാണുന്നില്ല. പക്ഷേ
ഈ കഴിഞ്ഞ ഞായറാഴ്ചയും മൂന്നാറ്റിലെ കാട്ടാന ആക്രമണത്താൽ കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹം അടക്കം ചെയ്തതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഈ ചർച്ചയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം 6 പേര് ഈ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഈ സർക്കാരിന്റെ ഈ തിരുത്തൽ നയത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പോകുവാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് വന്യജീവി ആക്രമണം പെരുകുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണല്ലോ റോബിൻ സാറെ ആനകളുടെ ലിസ്റ്റ് പുറത്തു വന്നു. ഏതെങ്കിലും പൊതുപ്രവർത്തകർക്കോ കർഷക സംഘടനകൾക്കോ മാധ്യമങ്ങൾക്കോ ആർക്കെങ്കിലും പറയാനാവുമോ ആ കണക്ക് ഗവൺമെന്റ് പുറത്തുവിട്ട ആനകളുടെ കണക്ക് കൃത്യമാണെന്ന്? 7000-ലധികം ആനകൾ കേരളത്തിലുണ്ടെന്ന് ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന സർവേകളിൽ, വിവിധ സർവേകളിൽ രേഖപ്പെടുത്തപ്പെട്ടപ്പോ ആ ആനകൾ പെട്ടെന്ന് 1000-ൽ താഴെ ആയത്, 1000-ന് തൊട്ട് മുകളിലായത് എങ്ങനെയാണ്? അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കാൻ ആനകളുടെ എണ്ണം കുറച്ചു കാട്ടിയ ഒരു സർക്കാർ എന്തുകൊണ്ടാണ് ആനകൾ ഇങ്ങനെ ജനങ്ങളെ ആക്രമിക്കുന്നതെന്നൂടെ കണ്ടെത്തണ്ടേ? ഏതായാലും ഈ ജനങ്ങളാരും ഇപ്പം വനം കയ്യേറി കുടിയേറി വനത്തിനുള്ളിലേക്ക് പോകുമ്പോഴല്ലല്ലോ ആക്രമിക്കപ്പെടുന്നത്. അവർ ദശാബ്ദങ്ങളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമി, നൂറ്റാണ്ടുകളായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രാമധ്യേ ഗതാഗത റോഡുകളിൽ, നഗരങ്ങളിൽ, ടൗണുകളിൽ അടക്കം, മൂന്നാറ്റിലടക്കം ടൗണുകളിലടക്കം ഗവൺമെന്റ് കുടിയിരുത്തിയ സിംഗകണ്ഠം അടക്കമുള്ള 301 കോളനി അടക്കമുള്ള ജനവാസ മേഖലകളിൽ അവിടെയൊക്കെയല്ലേ ആനകളുടെ ആക്രമണത്തിൽ ഈ ജനങ്ങൾ കൊല്ലപ്പെടുന്നത്. ഇവരാരും വനത്തിനുള്ളിൽ വെച്ചല്ലല്ലോ കൊല്ലപ്പെട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആനകൾ ഈ മനുഷ്യവാസമുള്ള മേഖലകളിലേക്ക് ഇറങ്ങി വരുന്നത് എന്നതിന്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? നമുക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അതിന് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല വന്യജീവി ആക്രമണത്തിലൂടെ ഉണ്ടാവുന്നത്. ഇതൊരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അച്ഛനറിയാമായിരിക്കും, അച്ഛൻ ഇടുക്കിയിൽ വന്നിട്ടുണ്ടല്ലോ. ഇടുക്കിയിലെ എത്ര മേഖലകളിലാ ആനക്കുളം, മാങ്കുളം, ചിന്നക്കനാല്, സിംഗകണ്ഠം, ശാന്തമ്പാറ, മറയൂര്, കാന്തല്ലൂർ അടക്കം എത്ര മേഖലകളിലാ ജനം കൃഷി എന്ന് പറയുന്ന തൊഴില് തന്നെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. ഒരു രീതിയിലും കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവർക്കവിടെ താമസിക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ഒരു കുട്ടി വിദേശത്തെങ്ങാനും പോയി കുറച്ച് പണം കിട്ടിയാൽ മറ്റെവിടെയെങ്കിലും സ്ഥലം വാങ്ങി അങ്ങോട്ട് മാറാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ജനത ഇടുക്കിയിലുണ്ട്. ഇവിടെ നിന്ന് ജനം കുടിയിറങ്ങാൻ ആഗ്രഹിക്കുന്നു. കുടിയേറി ഈ നാടിന്റെ പട്ടിണി തീർത്ത ഒരു ജനതയുടെ അടുത്ത തലമുറയിലുള്ള ഇപ്പോഴുള്ള ജനം ഇവിടുന്ന് കുടിയിറങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഒന്നാമത്തെ ഘടകം വന്യജീവി ആക്രമണമാണ്. രണ്ടാമത്തെ ഘടകം വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന സർക്കാരിന്റെ നയമാണ്. ബഹുമാന്യനായ ഉടുമ്പൻചോലയുടെ MLA കഴിഞ്ഞ തവണത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. ഭരണകക്ഷിയുടെ ഉന്നതനായ നേതാവ് MM മണി നിയമസഭയിൽ ചോദിച്ചതിന്റെ ഉത്തരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇടുക്കി ജില്ലയിൽ മാത്രം 6ഓളം റിസർവ് വനങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? 6ഓളം റിസർവ് വനങ്ങൾ. ഇനി അവയുടെ സംരക്ഷിത മേഖലകൾ ഇത് കടന്നു വരുമ്പോ വീണ്ടും വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വർദ്ധിക്കും. സ്വാഭാവികമായും ജനം ഇവിടുന്ന് കുടിയിറങ്ങേണ്ടി വരും. ഇതിന്റെ ഒരു ശാശ്വത പരിഹാരമല്ലേ ഉണ്ടാവേണ്ടത്? ശരിയല്ല ജോൺസൺ സാറാ ഞാൻ പറഞ്ഞത്? ഇതിന്റെ ശാശ്വത പരിഹാരമല്ലേ ഉണ്ടാകും? നമുക്കൊരു ജീവൻ പൊലിഞ്ഞു കഴിയുമ്പോൾ അതിന് പരിഹാരം കൊടുക്കണം, അത് മനുഷ്യത്വമാണ്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് ഈ ഫെൻസിങ് ഒക്കെ ഒരു ചെറിയ തട മാത്രമാണ്. എന്തുകൊണ്ടാണ്? ഒറ്റ പോയിന്റേ ഉള്ളൂ. എന്തുകൊണ്ടാണ് വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത്? വന്യജീവിയുടെ പെരുപ്പമാണോ കാരണം? ആണെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള നടപടി ഉണ്ടാവണം. ഒരു വനത്തിന് താങ്ങാവുന്നതിലധികം വന്യജീവികൾ വനത്തിനുള്ളിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അവയെ നിയന്ത്രിക്കാനുള്ള നടപടി. അതുണ്ടാകാതെ അതങ്ങ് പെരുകിക്കോട്ടെ, എവിടെയെങ്കിലും മുള്ളുവേലിയിട്ട് തൽക്കാലം തടയാമെന്ന് വെച്ചാൽ മതിയോ? ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം.
ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ചില സമുദായങ്ങളും പ്രത്യേകിച്ച് കർഷക ജനതയും ഈ കേരളത്തിലെ സർക്കാരിനെതിരെ ഉറച്ച നിലപാടെടുത്തു എന്ന ഒരു റിപ്പോർട്ട്, ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചില തിരുത്തലുകളൊക്കെ ഉണ്ടാവും. ആ തിരുത്തലുകളൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതുകൊണ്ട് കൃത്യമായി വന്യജീവി ആക്രമണം തടയുന്നതിന് ശാശ്വതമായ പരിഹാരം വന്യജീവികളുടെ പെരുപ്പം കുറയ്ക്കുക. കൃഷിയിടങ്ങളിൽ കൃഷിക്കാരനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവന്റെ കൃഷിഭൂമിയിൽ ഇറങ്ങാനുള്ള അവകാശം സംരക്ഷിക്കുക. ഒരു മനുഷ്യന് രാവിലെ അവന്റെ പറമ്പിലേക്ക് ഒന്ന് ധൈര്യമായി ഇറങ്ങി ഒരു ഏലത്തിനൊന്ന് പണിയാൻ, ഒന്ന് റബ്ബർ വെട്ടുവാൻ, ഒരു കാപ്പിക്കുരു പറിക്കുവാൻ, ഒരു കുരുമുളക് പറിച്ചെടുക്കുവാൻ അവന് ഭയമില്ലാതെ അവന്റെ പറമ്പിലൊന്ന് ഇറങ്ങാൻ കഴിയണ്ടേ? അവൻ കരം കൊടുക്കുന്ന, നികുതി കൊടുക്കുന്ന അവന്റെ ഭൂമിയിൽ ഭയം കൂടാതെ അവന് കൃഷി ചെയ്യാൻ കഴിയണ്ടേ? ആ അവകാശം സംരക്ഷിക്കണം. അതാണ് സർക്കാരിന്റെ കടമ. ഈ ആനയും കാട്ടുപോത്തും ഒന്നുമല്ലല്ലോ വോട്ട് ചെയ്തത് ജനമല്ലേ? ആ ജനത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇപ്പോൾ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ പറഞ്ഞതുപോലെ ഈ ഗവൺമെന്റ് ശരിയാണ്, ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുന്നു. അത് നമുക്ക് വളരെ ആശ്വാസം പകരുന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ആനകളുടെ കണക്ക് സംസ്ഥാന വനം വകുപ്പ് പുറത്തുവിട്ടത് 2023 2386, 2024 1793, അങ്ങനെ ഒരു കണക്ക്. എന്ന് വെച്ചാൽ 2017 6036 എന്നുള്ള ഒരു കണക്കുണ്ട്. ഈ കണക്കിനെയാണ് പലപ്പോഴും ഇപ്പോൾ ആളുകൾ വിമർശിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ ആനകളുടെ ഒന്ന്, ഈ ഒരു കൃത്രിമം കാണിച്ചോ എന്നുള്ള ഒരു ആരോപണം. രണ്ട്, ഇങ്ങനെ ചെയ്തു എങ്കിൽ എന്തിനായിരിക്കാം അങ്ങനെ ചെയ്തത്? ഇല്ല, ഇനിയിപ്പോൾ ഗവൺമെന്റ് പ്രതീക്ഷാ നിർഭരമായി ഇടപെടലുകൾ നടത്തുകയാണ് എങ്കിൽ ഇപ്പോൾ ഈ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഒരു വസ്തു, കാരണം നമ്മുടെ ആടുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്ത് ആനകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കടുവയുടെ എണ്ണമൊക്കെ പലപ്പോഴും വനം വകുപ്പ് പറയുന്നതിലൊക്കെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഒരു ബിഗർ സെൻസിലേക്ക് പോകുമ്പോൾ, എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു, അല്ലെ ഗവൺമെന്റ് ഫെൻസിങ് നടത്തുന്നു എന്നതിനും അപ്പുറത്ത് ഒരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ക്രിയാത്മകമായിരിക്കും ഗവൺമെന്റ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഇപ്പം ജോൺസൺ കൊച്ചുപറമ്പൻ സാറ് പറഞ്ഞ ആ കണക്ക് 1793 ആനകളെ ഉള്ളൂ എന്ന് വനംവകുപ്പ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ഞാനും പേപ്പറിൽ അത് വായിച്ചായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ള നേരെ തിരിച്ചാണ്. അതായത് കേരള ഗവൺമെന്റ് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം, അതായത് കേരള ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ കണക്ക്. അപ്പൊ അതനുസരിച്ച് 1793 ആനകൾക്ക് ഈ കേരള വനത്തിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള ആനകൾ ഇവിടെ ഇല്ലെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കർഷക പക്ഷത്ത് എന്ന് പറയാനുള്ളത്, ഈ 1793 ആനകളെയും അവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കോളർ ഘടിപ്പിക്കുകയോ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് അവർ കൃത്യമായിട്ട് വ്യതിരിക്തമായിട്ട് നിർത്താനുള്ള സംവിധാനം ചെയ്യണം. അതിനപ്പുറത്തേക്കുള്ള ആനകൾക്ക് ഇവിടെ ഇല്ല. പിന്നെ അവര് കൂടുതൽ ആനകൾ ഇവിടെ ഇല്ല എന്ന് അവർ അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് കണ്ടുകൂടാ? ഞാൻ കൊല്ലണമെന്ന് പരസ്യമായിട്ട് പറയല്ലേ ചെയ്യുന്നത്. പക്ഷേ അതിന് അങ്ങനെ ഒരു മാനം ഉണ്ടെന്നും കൂടെ അവർ വിചാരിക്കണം. പിന്നെ ഈ കണക്കുകൾ കാണിച്ച് നമ്മൾ കബളിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ മനുഷ്യജീവനും മൃഗജീവനും തമ്മിൽ നേർക്ക് നേരെ വരുമ്പോൾ അവിടെ മനുഷ്യജീവന് തന്നെയാണ് പ്രാധാന്യമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് അടക്കമുള്ള നമ്മുടെ എല്ലാ സംഘടനകളും പറഞ്ഞു വയ്ക്കും. അവിടെ ഈ കപട മൃഗസ്നേഹികൾ പറയുന്നത് പോലെ മൃഗങ്ങളെ സംരക്ഷിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മനുഷ്യജീവന് ദ്രോഹമായിട്ട് നിൽക്കുന്ന മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പറയണം. ലോകത്ത് എവിടെയും ഏത് പരിഷ്കൃത രാജ്യത്തും ഈ മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അതിനുള്ള വഴികൾ അവർ തേടുന്നുണ്ട്. അത് ഗവൺമെന്റ് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ തീരുമാനം ഇവിടെയും നടത്തണം. ഇപ്പോൾ ഞങ്ങൾ അന്ന് ജോൺസൺ തൊഴുത്തുങ്കൽ സാറ് ഓർക്കുന്ന കാരണം മന്ത്രിയോട് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഈ പന്നി ശല്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ. ഈ പന്നികളെ വെടിവെക്കാൻ ഇപ്പോൾ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഓരോ പഞ്ചായത്തിലെയും പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അധികാരം കൊടുത്തേക്കുന്നതാണ്.
ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് ഈ കാട്ടുപന്നികളെ കൊല്ലുവാനുള്ള ഓർഡർ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഒരു സജഷൻ അത് പ്രായോഗികമായിട്ട് നടക്കുന്നില്ല. ഇപ്പൊ പന്നി ഇറങ്ങി ഇവിടെ വെള്ളം വെക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ അന്വേഷിച്ച് പോയിട്ട് വരാൻ പറ്റുമോ? അന്നത്തെ ഇവിടെ കുത്തു കഴിയും. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ഒരു ദ്രുത കർമ്മസേന ഉണ്ടാക്കണം. അതിന് നിങ്ങൾക്ക് അവർ പറഞ്ഞു, അപ്പൊ വെടിവെക്കാനുള്ള അനുവാദം എല്ലാവർക്കും തോക്കിന് ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് കത്തോലിക്ക കോൺഗ്രസ് കൊടുത്ത ഒരു സജഷൻ, ഈ നാട്ടിൽ എത്രയോ വിമുക്ത ഭടന്മാരുണ്ട്, അവർക്ക് തോക്ക് കൈകാര്യം ചെയ്യാൻ പട്ടാളത്തിന്റെ പരിശീലനമാണുള്ളത്. അപ്പൊ ആ വിമുക്ത ഭടന്മാരെ ഉൾപ്പെടുത്തി ഒരു ദ്രുത കർമ്മസേനയ്ക്ക് നിങ്ങൾ രൂപം കൊടുക്കുക. അപ്പോൾ ഈ പ്രദേശത്ത് പെട്ടെന്നുണ്ടാകുന്ന ഈ ആക്രമണത്തെ തടയുവാൻ അവർക്ക് സാധിക്കും. അപ്പം മന്ത്രി പറഞ്ഞത് അത് അനുഭവപൂർവ്വം ഞങ്ങൾ പരിഗണിക്കാം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, നടപടി സ്വീകരിക്കുമല്ലോ നമുക്ക് കണ്ടറിയണം, നമുക്ക് നോക്കണം, നമ്മൾ കർശനമായിട്ട് നിരീക്ഷിക്കും. അപ്പോൾ നമ്മൾ ഒരു വിഷയം വരുമ്പോൾ ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കുന്നതിന് അതൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ്. നമ്മൾ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരല്ല. നമ്മൾ പ്രത്യേകിച്ച് കർഷകര്, ക്രിസ്ത്യാനികള് സമരം തൊഴിലാക്കിയവരല്ല. നമ്മൾ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിവൃത്തികേട് കൊണ്ടാണ്, ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഈ നാട്ടിൽ സംജാതമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അപ്പൊ ആ സമരം ചെയ്യുന്നതിന് ഫലമുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രി നമ്മുടെ അടുത്തേക്ക് വരികയും ചർച്ച ചെയ്യുകയും ചെയ്തൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വിദ്യയാണെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കും. ഇടുക്കിയിലെ പ്രശ്നങ്ങൾ അത് നമുക്ക് അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. ഞാൻ ഇടുക്കിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോർജ് കോയിക്ക സാറിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇനി ചെയ്യേണ്ടത്, നമ്മളുടെ പ്രദേശങ്ങളിൽ ഈ വക വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രതികരിക്കുക, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുക. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം നമുക്ക് അവർ തന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ വഴി കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. കാരണം അതിന് അധികാരത്തിലിരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പൊ മന്ത്രി നമ്മുടെ അടുത്തോട്ട് വന്നത് ഒരു നല്ല കാര്യം തന്നെയായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. തുടർ നടപടികൾ വേണം, ഫലപ്രദമായ നടപടികൾ വേണം. മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന് ഇത് സംബന്ധിച്ചൊരു ലോങ് സ്റ്റാൻഡിങ് അജണ്ടയുണ്ടോ എന്ന് വെച്ചാൽ, വനം വകുപ്പിന് ഒരു അജണ്ടയുണ്ട്, ഇത്ര നാളാകുമ്പോഴത്തേനും വനവിസ്തൃതി ഇങ്ങനെ വരണം. ഇപ്പോൾ തന്നെ അവർ വനത്തിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളെല്ലാം അവർ പൈസ കൊടുത്ത് ഏറ്റെടുക്കുന്നുണ്ട്, അവർ വനമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, കത്തോലിക്ക കോൺഗ്രസിന് ഇങ്ങനെ ഒരു ലോങ് സ്റ്റാൻഡിങ് അജണ്ടയുണ്ടോ? ഇത്ര നാളാകുമ്പോഴത്തേനും ഇങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇത്രത്തോളം പരിഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഇത്രത്തോളം കുറയ്ക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ലോങ് സ്റ്റാൻഡിങ് അജണ്ട കത്തോലിക്ക കോൺഗ്രസിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ കർഷകരെയും സാധാരണക്കാരെയും സംരക്ഷിക്കണം. അത് ഇത്ര നാളെന്നല്ല, എത്രയും ചടുലമായിട്ട് പെട്ടെന്ന് വേണമെന്നുള്ള. പിന്നെ ഞങ്ങൾ ഈ ചർച്ചയുടെ ഇടയ്ക്ക് മന്ത്രിയോട് ഈ കാര്യം ചോദിച്ചു. അപ്പൊ അവര് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയും പറഞ്ഞത്, കേരളത്തില് ഇനി വനവിസ്തൃതി കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30% എങ്ങാണ്ടാണ് വനവിസ്തൃതി വേണ്ടത്. അതിൽ 29 എത്രയോ ശതമാനം വനം ഇവിടെ ഉണ്ട്. ഇനി 1 ഇഞ്ച് പോലും കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ജോൺസൺ സാറ് ഞാൻ തെറ്റാണെങ്കിൽ തിരുത്തണം, അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ. ശരിയല്ലേ ജോൺസൺ സാറേ? അതെ, മന്ത്രി അങ്ങനെയാണ് പറഞ്ഞത്. ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അജണ്ട അവർക്കില്ല എന്നവർ പറഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങളുടെ വനത്തിലെ 1 ഇഞ്ച് സ്ഥലം പോലും ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. പക്ഷേ ജനവാസ മേഖലയിലെ സ്ഥലങ്ങള് സംരക്ഷിക്കപ്പെടണം. അതിന് ഈ കച്ചേരിക്കടവിൽ വെച്ചുള്ള ചർച്ചയുടെ ഇടയ്ക്ക് ഈ വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, പല വനമേഖലയോട് ചേർന്ന പല സ്ഥലങ്ങളും ചില ആളുകൾ കൂട്ടമായിട്ട് സ്ഥലം മേടിച്ചിട്ടേക്കുകയാണ്. അത് കാട് പിടിച്ച് വനത്തിന് തുല്യമായി. അപ്പം വന്യമൃഗങ്ങൾക്ക് വനമേത് നാടേതെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധത്തിൽ വനമേഖല പോലെ ആയിരിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? ആ വിഷയം പറഞ്ഞപ്പോൾ അന്ന് DFO പറഞ്ഞു, അതിന് വഴികളുണ്ട്. ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥരെ അവർ നിയമപരമായിട്ട് നോട്ടീസ് കൊടുത്ത് അത് കാട് വായിക്കാൻ ആവശ്യപ്പെടും. ഇനി അവരതങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഗവൺമെന്റ് അത് വനം വകുപ്പ് തന്നെ പണം മുടക്കി ഈ കാട് വെട്ടുകയും ആ പൈസ ഈ ഉടമസ്ഥരുടെ അടുത്ത് വസൂലാക്കുവാനുള്ള നിയമം ഈ നാട്ടിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവര് ആ നടപടി കൃത്യമായി ചെയ്യാമെന്ന് ഞങ്ങളോട് അന്ന് വാക്ക് പറഞ്ഞു. ഈ മന്ത്രിയുടെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയിലല്ലത്, അതിനു മുമ്പ് കച്ചേരിക്കട വെച്ച് DFOയും
നാട്ടുകാരും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്. അതിനൊക്കെ ഇവിടെ വകുപ്പുകളുണ്ട്, ഇത് നമ്മൾ നടത്തിയാൽ മതി. എനിക്ക് തോന്നുന്നത് നേരത്തെ ഈ വനം വകുപ്പിലെ പല ഉദ്യോഗസ്ഥർക്കും നമ്മോടൊരു അല്ലെങ്കിൽ കർഷകരോടൊരു ശത്രുതാ മനോഭാവം പോലും ഉണ്ടായിരുന്നു. ഇന്ന് അവർ പതുക്കെ തിരിച്ചറിയുന്നുണ്ട് ഇനി മുതൽ അത് നടപ്പാവില്ല. ജനങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ട് ആളുകളുടെ കൂടെയുണ്ട്. ഈ കേരളത്തിൽ ഒന്നടങ്കം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കർഷകരെ ഒരുമിച്ച് നിർത്താനും ഈ പ്രശ്നങ്ങളെ പൊതുജന മധ്യത്തിനും സർക്കാരിന് മുമ്പിൽ ഉന്നയിക്കുവാനും ശക്തമായ ഒരു സംവിധാനം കത്തോലിക്ക കോൺഗ്രസിനുണ്ട്. ഈ കത്തോലിക്ക കോൺഗ്രസിനുണ്ട് എന്ന് പറയുമ്പോൾ സഭയുടെ പിന്തുണ അതിനുണ്ട്. അഭിനന്ദ റാഫേൽ പിതാവ് എന്നോട് പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിന്റെ ഇടപെടലുകൾ വളരെ നല്ലതാണ്, ജനങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന് അടുത്തിടയ്ക്ക് എന്നോട് കാക്കനാട് വെച്ച് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അപ്പോ ഇനി മുതൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ധാർഷ്ട്യം കാണിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടപ്പാവില്ല. ഒറ്റക്കെട്ടായി നിന്ന്, ഇത് കത്തോലിക്കരെ മാത്രമല്ല, ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന സീറോ മലബാർ സഭയുടെ സമുദായ സംഘടന പ്രവർത്തിക്കുന്നത് കേവലം കത്തോലിക്കരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല. ഒരു വന്യജീവി വന്ന് ആക്രമിക്കുമ്പോൾ ക്രിസ്ത്യാനിയാണോ, കഴുത്തേൽ കൊന്തയുണ്ടോ വെന്തിങ്ങോ ഉണ്ടോ നോക്കിയിട്ടല്ല അത് കുത്തുന്നത്. അത് മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ആരെയാണേലും മുന്നിൽ കാണുന്നവരെ ആക്രമിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് കർഷകരെ ഒരുമിപ്പിച്ച് നിർത്തുക തന്നെ വേണം. ഫാദർ പറഞ്ഞത് ശരിയാണ്. ഉദ്യോഗസ്ഥർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. അതുപോലെ വനമേഖലയുടെ അതിർത്തി പ്രദേശത്തുള്ള പല സ്ഥലങ്ങളും കാട് വെട്ടിത്തെളിക്കാതെ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വിളകൾക്ക് മതിയായ വില ലഭിക്കാതിരിക്കുകയും റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ റബ്ബർ വെട്ടാൻ പോകുന്നവനെ ആന ചവിട്ടിക്കൊല്ലുകയും അതുപോലെ കശുവണ്ടിക്ക് മതിയായ വില ലഭിക്കാതിരിക്കുമ്പോൾ കൃഷിത്തോട്ടങ്ങൾ വെറുതെ കിടന്ന് കാട് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് ഈ അനുഭാവപൂർവമായ പരിഗണന ഉണ്ടാകാൻ തുടങ്ങിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് വ്യക്തമാക്കട്ടെ. കാരണം അന്നത്തെ ചർച്ചയിൽ ആളുകൾ തന്നെ പറഞ്ഞ ഒരു പരാതിയാണിത്. അതായത് നമ്മുടെ വനമേഖലകളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏക്കർ കണക്കിന് സ്ഥലം, നമ്മുടെ സാധാരണക്കാരുടെ സ്ഥലം ആളുകൾ കൂട്ടമായിട്ട്, അത് ആരാ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കൂട്ടമായിട്ട് മേടിച്ചിടുകയും ആ സ്ഥലങ്ങളിൽ ഒന്നും ചെയ്യാതെ ഇടുന്നത് മൂലം കാട് വളർന്ന് അത് വനത്തിന് തുല്യമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനോട് അടുത്ത് കിടക്കുന്ന കുറച്ച് മാത്രം സ്ഥലമുള്ള 1/2 ഏക്കർ 10 സെന്റ് 20 സെന്റ് ഒക്കെ സ്ഥലമുള്ള ആളുകൾക്ക് ഒരു നിർവാഹവും ഇല്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന 10-15 ഏക്കർ സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടക്കുകയും അവിടെ വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുകയും ഈ സാധാരണക്കാരായ ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കൃത്രിമമായിട്ട് ഇവിടെ സംജാതമാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പറ്റിയല്ല. അത് ഞാൻ പറഞ്ഞതല്ല, അവിടെ കൂടിയ ആളുകൾ പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് കത്തോലിക്കരുണ്ടായിരുന്നു, ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു. അവര് പറഞ്ഞ കാര്യമാണത്. അപ്പൊ അത്തരക്കാർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ആ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. ഈ വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആ മനുഷ്യൻ അതിനാൽ തന്നെ മോശക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ അകത്ത് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട്. മനുഷ്യരോട് ധാർഷ്ട്യത്തോടെ ഇടപെടുന്ന ഉദ്യോഗസ്ഥരുണ്ട് ആ കൂട്ടത്തില്. പക്ഷെ മനുഷ്യരോട് അനുഭാവപൂർവ്വം പറ്റുന്നിടത്തോളം സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകളും ഉണ്ട്. ഉദാഹരണത്തിന് കണ്ണൂരിന്റെ DFOയുടെ ചുമതല വഹിക്കുന്ന ഒരു CCF, അതായത് ജോസ് മാത്യു സാറാണ്. അദ്ദേഹം എത്ര ആത്മാർത്ഥതയോടെയാണ് അനുഭാവപൂർവ്വമാണ് ഞങ്ങളുടെ കൂടെ ഇടപെട്ടത്. അവര് ആ കച്ചേരിക്കടവിന് മുകളിൽ പാലത്തിൻകടവ് എന്ന് പറയുന്ന വനമേഖലയുള്ള ഗ്രാമത്തിൽ വന്നപ്പം ആളുകൾ തന്നെ പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു DFO ഇവിടെ വരുന്നത് തന്നെ. അപ്പൊ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ കൃത്യമായി കേൾക്കുകയും ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. അത് നമ്മൾ അംഗീകരിക്കുകയും കൂടെ ചെയ്യും. നമ്മൾ ഒരാളെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് എന്ന ഒറ്റ കാരണത്താൽ ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു സഹകരണത്തിന്റെയും സമന്വയത്തിന്റെയും വഴികളാണ് നമ്മൾ നോക്കുന്നത്. സമരം ഉണ്ടാക്കാൻ വേണ്ടി സമരം ഉണ്ടാക്കുന്നവരല്ല കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് ഇവിടുത്തെ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമരരംഗത്തേക്ക് മറ്റു വഴികളില്ലാത്തത് കൊണ്ട് ഇറങ്ങുന്നത്. നമ്മൾ ഒരു ഡയലോഗിന്റെ, സംസാരത്തിന്റെ ഒരു വഴി ഉണ്ടെങ്കിൽ അത് ആദ്യം സ്വീകരിക്കും. അതിനുശേഷമാണ് നമ്മൾ അത് ഫലപ്രദമല്ലെന്ന് കണ്ടാലാണ് പൊതുജന പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഫാദർ ശരിയാണ്, ഫാദർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഒരു ഉദ്യോഗസ്ഥരെയും നമ്മൾ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തില്ല. പക്ഷേ അവരുടെ മൊത്തത്തിലുള്ള ചില അജണ്ടകളെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതുപോലെ
ശ്രീ ജോൺസൺ തൊഴുത്തുങ്കൽ, നമുക്കറിയാം കർണാടകയോടും തമിഴ്നാടിനോടും ഒരേപോലെ അതിർത്തി പങ്കിടുന്ന മേഖലയാണ് വയനാടൻ മേഖല. ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മളെ കഴിഞ്ഞും ആനകളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. കർണാടകയിലും അത് സമാനമായ സാഹചര്യമാണ്. നമുക്ക് ആ വന അതിർത്തിയിലൂടെ പോരുമ്പോൾ നമുക്ക് മനസ്സിലാവും പലപ്പോഴും വരൾച്ചയെല്ലാം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നതാണ്. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നമ്മുടെ ജില്ലയിലേക്ക്, സംസ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എത്രത്തോളം ക്രിയാത്മകമായിരിക്കും ഇനിയുള്ള ഗവൺമെന്റ് ഇടപെടൽ? ഇതിനെല്ലാം തടയിടാൻ കഴിയുമോ എന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളുമായി, ഈ 3 സംസ്ഥാനങ്ങളുമായി ക്രമീകരിച്ച് വേണം ഇതിനുള്ള ചിട്ടവട്ടങ്ങളെല്ലാം തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. എത്രത്തോളം ക്രിയാത്മകമായിരിക്കും? വയനാടിനെ സംബന്ധിച്ചിടത്തോളം 3 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവറേജ് ഉള്ള ഒരു ജില്ല എന്ന് പറയുന്നത് വയനാട് ജില്ലയാണ്. ഏതാണ്ട് 1508.31 സ്ക്വയർ കിലോമീറ്റർ ആണ് വയനാട്ടിലെ, കേരളവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ ഫോറസ്റ്റ് കവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു വനമേഖല ഉള്ളപ്പോൾ തന്നെ വന്യമൃഗശല്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ തന്നെ ഉണ്ട്. ഇത് കൂടാതെയാണ് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം. നമുക്കറിയാം മാനന്തവാടിയിലെ അജീഷ് കൊല്ലപ്പെട്ടപ്പോൾ അത് കർണാടകയിൽ നിന്ന് കടന്നു വന്ന ഒരു ആന, അതും റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയാണ് അജീഷിന്റെ മരണത്തിന് കാരണമായത്. അപ്പോൾ ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം വയനാട് ജില്ലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ ഈ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു പദ്ധതി തയ്യാറാക്കണം. മാത്രമല്ല വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ചുമതലയിൽ വരുന്ന കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളും കേന്ദ്രവും കൂടി ഇടപെട്ടാൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. വന്യജീവി ആക്രമണത്തിന് കാരണം എന്ന് പറയുന്നത് നേരത്തെ ജോൺസൺ കൊച്ചുപറമ്പിൽ സൂചിപ്പിച്ചതുപോലെ വന്യമൃഗങ്ങളുടെ എണ്ണം കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. കടുവയുടെ കാര്യത്തിലാണെങ്കിലും ആനയുടെ കാര്യത്തിലാണെങ്കിലും മാനിന്റെ എല്ലാ മൃഗങ്ങളുടെയും എണ്ണം കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ വേട്ടയും വേട്ടപ്പട്ടികളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് പല തരത്തില് ഈ വന്യമൃഗങ്ങളുടെ വളർച്ച നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ഇന്ന് അവയ്ക്ക് കൃത്യമായ സംരക്ഷണം കൊടുക്കുന്നതുകൊണ്ട് അത് പെറ്റുപെരുകയാണ്. കടുവയുടെ എണ്ണം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിലാണ്. നമുക്കറിയാം, ഒരു 25 സ്ക്വയർ കിലോമീറ്റർ ആണ് ഒരു കടുവയ്ക്ക് വേണ്ട ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. വയനാട് ജില്ലയില് വന്യജീവി സങ്കേതമാക്കി മാറ്റിയിരിക്കുന്നത് 344.44 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇവിടെ 164 കടുവകളാണുള്ളത്. വാസ്തവത്തിൽ 19 കടുവകൾക്ക് ഉള്ള സ്ഥലമാണ് ഈ വന്യജീവി സങ്കേതത്തിൽ ഉള്ളത്. ഇത് കടുവാ സങ്കേതമല്ല, വന്യജീവി സങ്കേതമാണ്. പക്ഷെ ഇവിടെ എണ്ണം എന്ന് പറഞ്ഞത് വളരെ അധികമാണ്. അപ്പോൾ കാടിന്റെ ഉൾഭാഗത്തും പുറംഭാഗത്തും ഒക്കെ കടുവകളുടെ എണ്ണം പെരുകിയപ്പോൾ മാനുകളെല്ലാം കൃഷിയിടങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൃഷിയിടങ്ങളോട് ചേർന്ന മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് മാനുകൾ കടന്നു വരാനായിട്ട് തുടങ്ങി. അപ്പോൾ മാനുകൾ കൃഷിയോട് അനുബന്ധമായിട്ടുള്ള വനങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവയെ പിടിക്കുന്നതിന് വേണ്ടി കടുവയും മനുഷ്യ വാസമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവയുടെ എണ്ണം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ വനത്തിന് ഉൾക്കൊള്ളാവുന്ന മൃഗങ്ങളെ നിലനിർത്തുകയും ബാക്കിയുള്ളവയെ ഏത് വിധത്തിലാണെങ്കിലും അത് നിയന്ത്രണം ഏത് വിധത്തിലല്ല, അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരെണ്ണത്തിന് ഒരുപക്ഷെ അവയെ വെടിവെച്ച് കൊല്ലേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ മറ്റു പല വികസിത രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ മൃഗസ്നേഹം അങ്ങ് പെരുകി മനുഷ്യൻ സ്നേഹം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ എണ്ണം വളരെ കുറയ്ക്കേണ്ട അത്യാവശ്യം ഉണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് ആനകൾ. വയനാട്ടിലുള്ള മുളങ്കാടുകൾ മുഴുവൻ മാവൂർ ഗ്വാളിയർ റയൻസിന് വേണ്ടി ഗവൺമെന്റ് വിറ്റുമുടിച്ചു. ഇപ്പോൾ ആനകൾക്ക് തീറ്റയില്ല. സാധാരണ ഏറ്റവും കൂടുതൽ ആനകൾ ഭക്ഷിക്കുന്നത് മുളങ്കാടുകളാണ്. ഇപ്പോൾ വയനാടൻ ഫോറസ്റ്റുകൾ മുളങ്കാടുകളില്ല. ഒരു 5-6 വർഷം മുമ്പ് ഉള്ള മുള കൂടി പൂത്തു കഴിഞ്ഞപ്പോൾ ആനകൾക്ക് ഭക്ഷ്യവസ്തുക്കളില്ല. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങൾ ഫോറസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നടത്തണം. പിന്നെ അവരുടെ ജലലഭ്യത. നമുക്കറിയാം, ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചും പൊതുജനങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല. പൊതുജനങ്ങൾ പറയുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വനംവകുപ്പാണ്. കാരണം വനത്തിന്റെ ഉള്ളിൽ
ജീവികൾക്ക് ജലസമ്പത്ത് ലഭ്യമാകുന്നതിന് വേണ്ടി, ജലം ലഭ്യമാകുന്നതിന് വേണ്ടി നൂറുകണക്കിന് കുഴികൾ, ഡാമുകൾ, ചെക്ക് ഡാമുകളൊക്കെ പണിതിട്ടുണ്ടെന്നാണ് രേഖയിലുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കിയാൽ അതെല്ലാം ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് വനത്തോടനുബന്ധമുള്ള ആളുകൾ സംസാരിക്കുന്നത്, അതുപോലെ തന്നെ കോൺട്രാക്ടർമാരും. അപ്പോൾ ജലലഭ്യതയില്ല, ഭക്ഷണ ലഭ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കുവാനും ആ വനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ജീവികളുടെ എണ്ണം നിയന്ത്രിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരമായി എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് കരുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വയനാട്ടിൽ 1508 സ്ക്വയർ കിലോമീറ്റർ ആണ് വനഭൂമി എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇതിൽ അധികവും ഉള്ളതും തേക്ക്, അക്കേഷ്യ, സെന്ന, മഞ്ഞക്കൊന്ന തുടങ്ങിയ വിദേശ വൃക്ഷങ്ങളും അല്ലെങ്കിൽ ആളുകൾ ഗവൺമെന്റ് വെച്ചുപിടിപ്പിച്ച വൃക്ഷങ്ങളുമാണ്. തേക്ക് കാട്ടിൽ ഒരിക്കലും ഒരു ജീവിക്കുമുള്ള ഭക്ഷണം ഉണ്ടാകില്ല. സെന്നക്കൊന്ന വെച്ച് പിടിപ്പിച്ചതോടുകൂടി കാട് മുഴുവൻ അതിന്റെ നിയന്ത്രണത്തിലായി. ഇപ്പോൾ അത് അടുത്ത പ്രോജക്റ്റ് അത് പറിച്ചു മാറ്റാനായിട്ടുള്ള പ്രോജക്റ്റ്. ഇങ്ങനെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ആദ്യം സോഷ്യൽ ഫോറസ്ട്രി, വനവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വിദേശ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും കുറെ കഴിയുമ്പോൾ അത് ഫോറസ്റ്റിന് ഹാനികരമാണെന്ന് മനസ്സിലാകുമ്പോൾ അത് പറിച്ചു നീക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സാധാരണക്കാരായ ആളുകളുടെ നികുതി പണം കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് ദൂർത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് വയനാട്ടിലുള്ള മുഴുവൻ തേക്കും വെട്ടിമാറ്റുകയും അങ്ങനെ അതുപോലെ തന്നെ യൂക്കാലിപ്സ്, അക്കേഷ്യ തുടങ്ങിയ മരങ്ങളെല്ലാം വെട്ടിമാറ്റുകയും മരങ്ങൾ വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും വനത്തിന് ഉള്ളിൽ തന്നെ മൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കണം. എന്നിട്ടും പുറത്തേക്ക് ഇറങ്ങാവുന്ന സാധ്യതയുള്ളപ്പോൾ അവിടെ നമുക്ക് കാഷ് ഗാർഡുകളും വൈദ്യുതി തൂക്കുവേലികളും അതുപോലെ തന്നെ കിടങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യസഹജമായിട്ട് ചെയ്യാവുന്ന സാധ്യതകൾ കൂടി ചെയ്തുകൊണ്ട് ഫോറസ്റ്റ് നവീകരണവും അതുപോലെ തന്നെ പ്രതിരോധവും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് നമുക്ക് വന്യജീവികളെ വനത്തിനുള്ളിൽ തന്നെ പാർപ്പിക്കാൻ സാധിക്കുമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപത കരുതുന്നത്. അപ്പോൾ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി കൃഷിഭൂമിയിൽ ഇറങ്ങി വിള നശിപ്പിക്കുന്നതിനെ ഉത്തരവാദി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഉദാഹരണത്തിന് ഒരു കർഷകന്റെ മൃഗം ഫോറസ്റ്റിൽ കയറി അവിടെയുള്ള പുല്ല് തിന്നാൽ പോലും ആ മൃഗത്തിന്റെ ഉടമയ്ക്കെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വനം വകുപ്പിന്റെ അധീനതയിലുള്ള കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി കർഷകന്റെ വിള നശിപ്പിക്കുമ്പോൾ ഈ ഫോറസ്റ്റിനുള്ളിൽ ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥരായ വനംവകുപ്പിന് നേരെ കേസെടുക്കേണ്ടതല്ലേ? അങ്ങനെ കേസെടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ കുറച്ചും കൂടി വിജിലന്റ് ആകുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ കൃഷിഭൂമി കൃഷിക്കാരനും വനഭൂമി വന്യജീവികൾക്കും, കാടും നാടും കൃഷിഭൂമിയും വേർതിരിച്ചേ മതിയാകൂ. അതിന് കൃത്രിമമായ മാർഗങ്ങൾ ഉണ്ടാകണം. ഒപ്പം വന്യജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ജലലഭ്യതയും ഫോറസ്റ്റിനുള്ളിൽ ഏർപ്പെടുത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുവാനും അതിന് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുകയും ചെയ്യണം. ഈ പണം മുഴുവൻ എങ്ങോട്ടോ ഒഴുകിപ്പോകുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ അഴിമതിയെക്കുറിച്ച് ജനങ്ങളിടയിൽ വലിയ സംസാരമുണ്ട്. കാരണം പല തടയണകളും ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ജലത്തിന് വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വനത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. പിന്നെ കൃഷിഭൂമിയിൽ കാട്ടാനകൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ വന്യമൃഗങ്ങൾ ഇറങ്ങി ഈ കൃഷി നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലഹരണപ്പെട്ട ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം നൽകുന്നത്. അതിന് കാലോചിതമായ മാറ്റം ഉണ്ടാകണം. 1980-ലെയും 2015-ലെയും ഒക്കെ കർഷക നഷ്ടപരിഹാര വകുപ്പുകളില് മാറ്റം ഉണ്ടാകണം. അപ്പൊ ബാങ്കുകളൊക്കെ നഷ്ടപരിഹാരം നൽകുന്ന രീതിയിലേക്ക് നമുക്ക് കൃഷിക്കാരന്റെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അധ്വാനത്തിന്റെ ഫലത്തിനനുസരിച്ച് നഷ്ടപരിഹാരം ഒരിക്കലും കിട്ടുന്നില്ല. പക്ഷേ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ പറഞ്ഞതുപോലെ കാടിന്റെ വിസ്തൃതിക്ക് അനുസൃതമായിട്ട് വന്യജീവികളുടെ എണ്ണം നിയന്ത്രിച്ചാൽ മാത്രമാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് രണ്ടു കൂട്ടർ ഒരുമിച്ച് ചെയ്യണം. വാസ്തവത്തിൽ നമ്മുടെ കൃഷിഭൂമി എല്ലാം ഇന്ന് തരിശിടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കൃഷി ചെയ്യാനായിട്ട് മൃഗങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്.
ഉദാഹരണത്തിന് ബത്തേരി പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈ തടയണകളും ഇവർ ഈ നീരൊഴുക്കുള്ള സ്ഥലങ്ങളിൽ, ഈ ഉറവകളുള്ള സ്ഥലങ്ങളിൽ കുളങ്ങളെല്ലാം കുഴിച്ചിടുന്നെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തേക്കിൻ കാടുകളും അതുപോലുള്ള സ്ഥലങ്ങളാണ്. പിന്നെ കാലം കഴിയുന്തോറും കാട് വളരും, അടിക്കാടില്ലാതാകും, മരങ്ങൾ വളരും. അപ്പോൾ ഇതിനെയെല്ലാം ആനുപാതികമായ രീതിയിൽ പലപ്പോഴും ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതാണ് കാലക്രമങ്ങളിൽ. കാരണം ഇതിനെല്ലാം ഉള്ള ഫണ്ട് വനം വകുപ്പിന് കാലാകാലങ്ങളിലായിട്ട് അനുവദിച്ച് കിട്ടുന്നുണ്ട്. വനം വകുപ്പ് എത്രത്തോളം ക്രിയാത്മകമായി ഇതിനെല്ലാം ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഫാദറിന് എന്തോ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയാൻ വന്നത് ഈ ഫണ്ടിന്റെ കാര്യമാണ്. ഫണ്ട് ഞാൻ ഓർക്കുന്നു, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗോവൻ ഗവർണർ ശ്രീധരൻ പിള്ള സാറുമായിട്ട് സംസാരിക്കാനായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ, നിങ്ങൾ ഈ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ചും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ പറഞ്ഞു. ഞാനിപ്പോഴത് പെട്ടെന്ന് ഓർത്തത്. അതായത് ഈ വനത്തില് ഉള്ള ജോൺസൺ തൊഴുത്തുങ്കൽ സാർ പറഞ്ഞതുപോലെ പല പദ്ധതികൾക്കുമുള്ള ഫണ്ട് ഗവൺമെന്റ് അനുവദിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് നടത്തി പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ഈ ഇപ്പൊ 2 കോടി രൂപ അനുവദിച്ചു, അത് പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നു. അതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം കൂടി ഈ നാട്ടിൽ ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കൃത്യമായിട്ട് ചെലവഴിക്കപ്പെടുന്നുണ്ടോ? ഇത് ആർക്കാണ് കിട്ടുന്നത്? കർഷകന് അനുകൂലമായിട്ടുള്ള പ്രതിവിധികളാണോ നടത്തുന്നത് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്നാണ് എനിക്ക് ഇത് കേട്ടപ്പോൾ പറയാൻ തോന്നിയത്. അതുപോലെ തന്നെ ഈ പല വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ആളുകളെ വിശ്വാസത്തിലെടുത്ത് അവരെയും കൂടി കൂട്ടി ഒരു സംവിധാനമാണ് ചെയ്യേണ്ടത്. അവർക്ക് അതിൻ്റെ ഒരു ചെലവ് ഗവൺമെന്റിന് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അവര് അന്ന് ചർച്ചയിൽ വന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് 5000-6000 രൂപ തന്നാൽ പോലും ഞങ്ങൾ ഈ കാര്യങ്ങൾ, കഷ്ടപ്പാടുള്ള പണിയാണ്, വനത്തിൽ കയറി ഇതൊക്കെ സംരക്ഷിക്കണമെന്നില്ല, ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ആ പാവപ്പെട്ട ജനങ്ങൾക്ക് പലപ്പോഴും കാടിന്റെ അടുത്തുള്ള ഇപ്പൊ ആദിവാസികളാണെങ്കിലും വാച്ചർമാരെ പോലും പ്രദേശത്തു നിന്നാണ് അവർ സെലക്ട് ചെയ്യാറുള്ളത്. അങ്ങനെ ആളുകളെ അവർ സംഘടിപ്പിക്കുന്നൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ക്രിയാത്മകമാകുന്നില്ല ഒന്നും എന്നുള്ളൊരു വസ്തുതയുണ്ട്. അല്ല, ഇത്തവണ വനമന്ത്രി ഒരു കാര്യം ഞങ്ങളോട് സമ്മതിച്ചത്, അവർക്കിപ്പോൾ ഒരു RRT, റാപ്പിഡ് റെസ്പോൺസ് ടീം ഉണ്ട്. അത് പോരെന്ന് ഞങ്ങൾ പറഞ്ഞു. തൊഴുത്തുങ്കൽ സാർ ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആ പ്രദേശത്തുള്ളവരും കൂടെ ഉൾപ്പെടുത്തിയ ഒരു ദ്രുതകർമ്മ സേന എന്ന് പറഞ്ഞാല്, ഈ ആന ഇറങ്ങി നിൽക്കുമ്പോൾ പിന്നെ റാപ്പിഡ് ഫോഴ്സിൽ പിടിച്ചുകൊണ്ട് വരാനുള്ള സമയമില്ല നമുക്ക്. അപ്പൊ ആ സമീപ പ്രദേശത്തുള്ള ആളുകൾ തയ്യാറായിട്ട് പരിശീലനം ലഭിച്ച ആളുകളുണ്ടെങ്കിൽ ആ വന്യമൃഗങ്ങളെ അവിടുന്ന് തുരത്താനുള്ള സംവിധാനം ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കാമെന്നും അതിനുള്ള നടപടികൾ എടുക്കാമെന്നും മന്ത്രി ഞങ്ങളോട് അന്ന് സമ്മതിച്ചായിരുന്നു. PRT, പ്രൈമറി റാപ്പിഡ് ആക്ഷൻ. അത് തന്നെ, പ്രൈമറി റാപ്പിഡ് ആക്ഷൻ അല്ലേ, പ്രൈമറി റെസ്പോൺസ് ടീം, PRT. എന്താണേലും അങ്ങനെ സംവിധാനത്തെ കുറിച്ച് ഞങ്ങളും പറഞ്ഞു. അദ്ദേഹം അത് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഉള്ള ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു, ഈ പന്നികളെ കൊണ്ട് ഞങ്ങൾ മടുത്തു. അന്നേരമാണ് അദ്ദേഹം പറഞ്ഞത്, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അതിനുള്ള അധികാരമുണ്ട്. പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും അത് ഉള്ളതായിട്ട് ഭാവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യം കൊണ്ട് നമ്മൾ ഇനി പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരണം. പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അധികാരമുണ്ട്, ഇതിനെ കൊന്നു കഴിഞ്ഞിട്ട് തിന്നാനുള്ള അധികാരമില്ല. അത് ശരിയാ. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അവര് പറയുന്നത്, അത് കേന്ദ്ര ഗവൺമെന്റ് എന്തോ ഒരു നിയമം ഭേദഗതി ചെയ്താലേ, ഇതിനെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ചാലേ ആ അനുവാദം കൊടുക്കാൻ കേരള ഗവൺമെന്റിന് അധികാരമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. വിർമിനായിട്ട്, ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് എന്റെ സാങ്കേതികതയെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഏതായാലും ഈ പന്നികളെ കൊല്ലാനുള്ള അധികാരം ഇപ്പോ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. പലരും അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ പഞ്ചായത്തുകൾക്ക് പല പ്രോജക്റ്റുകളും ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, നഷ്ടപരിഹാരത്തിനും ഒക്കെ ഉള്ളത്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങുക തന്നെ വേണം. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൽ, ഞാൻ ഫാദർ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റിലേക്കാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ, ഫാദർ നേരത്തെ പറഞ്ഞു, വനാതിർത്തികളിൽ പല സ്ഥലങ്ങളിലും പല ആളുകളും ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങി ഇടുന്നു, പക്ഷേ കൃത്യമായ കൃഷികൾ നടക്കുന്നില്ല. അവിടെ വനമേഖലകൾ പോലെ അവിടെ കാട് പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. അപ്പോൾ ഇടുക്കി മേഖലകളിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അല്ല, വയനാട് മാത്രമല്ല, ഇപ്പോൾ
മലപ്പുറത്തിന്റെ വനമേഖലകളിലെല്ലാം ഫാദർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം പല ആളുകളും ഒരുപാട് ഏക്കർ സ്ഥലങ്ങൾ മേടിച്ചിടുന്നുണ്ട്. അതുപോലെ പാലക്കാട് ആ മേഖലകളിൽ എല്ലാം ഈ ഫാദർ പറഞ്ഞ കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെ. അത് ഈ ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില വൻകിട ആൾക്കാർ ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിട്ട് അവിടെ കൃഷിയൊന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന ചില പ്രദേശമുണ്ട്. പക്ഷെ ഇടുക്കിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഭൂമി വാങ്ങിക്കൂട്ടി അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ കൃഷികളോ ചെയ്യാതെ കിടക്കുന്ന ഭൂമി ഇടുക്കിയിലില്ല. ഇടുക്കിയിൽ കൃഷി ചെയ്യപ്പെടാതെ കിടക്കുന്ന ഭൂമികളുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ വന്യമൃഗ ആക്രമണങ്ങൾ കൊണ്ട് കൃഷി ചെയ്യാനാവാതെ വന്നതുകൊണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും പഴയ തലമുറയുടെ ഒരു ആവേശം കൃഷി കാര്യങ്ങളിൽ പുതിയ തലമുറയ്ക്കില്ലല്ലോ. അതും ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൃഷി ചെയ്യാതെ വരുന്ന ഭൂമികളുണ്ട് എന്നതൊഴിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഏക്കർ കണക്കിന് ഭൂമി ആരും വാങ്ങിക്കൂട്ടി കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു പ്രദേശം ഇടുക്കിയിലില്ല. എനിക്ക് അച്ഛൻ പറഞ്ഞ ഒരു മന്ത്രിയുടെ ഒരു നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നു. മന്ത്രി പറഞ്ഞല്ലോ, ഈ കേരളത്തിലെ 29% വിസ്തൃതി വനത്തിനുണ്ട്, അതുകൊണ്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കണം എന്ന ഒരു താല്പര്യം ഗവൺമെന്റിനില്ല എന്ന അച്ഛനുമായിട്ടൊരു ഫ്രണ്ട്ലി ടോക്കിലായിരിക്കും ഗവൺമെന്റിന്റെ ഒരു ഭാഗം. അല്ല, നമ്മള് ജോൺസൺ സാറും ഉണ്ടായിരുന്നു, പരസ്യമായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞതാ, ഫ്രണ്ട്ലി ടോക്കിലല്ല. അപ്പൊ അങ്ങനെ പരസ്യമായ നിലപാട് മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും അത് ഗവൺമെന്റ് നിലപാടാണ്. ആ ഗവൺമെന്റ് നിലപാട് തെറ്റാണ് എന്ന് ആണ് ബഹുമാന്യനായ MM മണി നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി ഈ വനം മന്ത്രി തന്നെ കൊടുത്തിരിക്കുന്ന മറുപടി. 6 റിസർവ് വനങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ടു. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അഭിമന്യ പിതാവടക്കം, ഇടുക്കി പിതാവടക്കം നിരവധി തവണ ഈ കാട്ടാന ആക്രമണം ഉണ്ടായപ്പോൾ പോയ മൂന്നാർ ചിന്നക്കനാൽ മേഖല, ഈ കഴിഞ്ഞ ദിവസം അവിടെയാണ് ഒരാളെ ആന കൊന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റിസർവ് വനം പ്രഖ്യാപിച്ച ചിന്നക്കനാലിൽ 1 ഹെക്ടർ പോലും വനഭൂമി ഇല്ല എന്നുള്ളതാണ്. മുഴുവൻ റവന്യൂ ഭൂമിയാണ്. ആ റവന്യൂ ഭൂമിയിലെ പുൽമേടുകളിലാകെ ഗ്രാൻഡിസ്, യൂക്കാലിപ്റ്റസ് കൊണ്ടുവച്ചത് വനം വകുപ്പാണ്. അങ്ങനെ വനം വകുപ്പ് ഈ ഗ്രാൻഡിസ് വളർത്തിയത് മൂലം അവിടുത്തെ പുൽമേടുകൾ ഇല്ലാതാവുകയും ആന സ്വാഭാവികമായും തീറ്റയെടുക്കാനും ഈ നമ്മുടെ ആനയിറങ്കൽ ഡാമിൽ വന്ന് വെള്ളം കുടിക്കാനും വന്നുകൊണ്ടിരുന്ന ആ പ്രദേശം മുഴുവനും പുൽമേടുകൾ ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ അവ ജനവാസ മേഖലകളിലേക്ക് വരുന്നു. അവിടെ പൂർണ്ണമായി ജനം താമസിക്കുന്ന, ഗവൺമെന്റ് കുടിയിരുത്തിയ ജനങ്ങളുള്ള മേഖലകളിൽ വന്ന് അവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നു. നമ്മളത് ചിന്തിച്ചു നോക്കിയേ, കേരളത്തിൽ ഇന്ന് വരെ ഒരു മന്ത്രിയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു ജനപ്രതിനിധിയും കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. കൊല്ലപ്പെട്ടത് മുഴുവൻ ആരാ? പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ. ഈ ചിന്തിച്ചു നോക്കിയ വനം വകുപ്പിന്റെ വാച്ചറായി ജോലി ചെയ്തിരുന്ന ശക്തിവേല്, വനം വകുപ്പിന്റെ വാച്ചറ, 6 മാസമായി ശമ്പളം പോലും കിട്ടാത്ത അതിദാരിദ്ര്യത്തിൽ കിടക്കുന്നവനാ കൊല്ലപ്പെടുന്നത്. ഇത്ര ദുഷ്കരമായ ഒരു സാഹചര്യം ഉള്ളപ്പോ വനവിസ്തൃതി വർദ്ധിപ്പിക്കണ്ട എന്ന് പറഞ്ഞ ഗവൺമെന്റ് തന്നെ 6ഓളം റിസർവ് വനങ്ങൾ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ചെങ്കിൽ ഗവൺമെന്റിന്റെ മന്ത്രി പറഞ്ഞത് തെറ്റാണ്. ഗവൺമെന്റ് നയം ശരിയല്ല. ഗവൺമെന്റിന് വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന നയം ഉണ്ട്, അത് സംശയാസ്പദമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതുമായിട്ട് നമ്മുടെ ജോൺസൺ സാറ് പറഞ്ഞത് കറക്റ്റാ. 1, ഇതിന്റെ എണ്ണം കുറയ്ക്കണം. 2, അടിയന്തരമായി കൃഷിഭൂമികളും വനവും തമ്മിലുള്ള അതിർത്തികൾ നിർണയിക്കപ്പെടണം. ബഫർ സോൺ എന്ന് പറഞ്ഞ് എന്നും കൃഷിഭൂമിയിലോട്ട് ഇറങ്ങുന്ന ഒരു സമീപനമുണ്ടല്ലോ, അതല്ല വേണ്ടത്. കൃത്യമായി നിർണയിക്കപ്പെടണം. കൃഷിഭൂമി ഏതാ, വനഭൂമി ഏതാ, അതിന്റെ അതിർത്തികൾ. മൂന്നാമത്തതും ജോൺസൺ സാറ് പറഞ്ഞ അതേ കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 1.5-2 വർഷക്കാലം മുമ്പ് ഷെക്കേനയുടെ തന്നെ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാ, ഇപ്പൊ അച്ഛനും ജോൺസൺ സാറും പറഞ്ഞ കാര്യം. വനം വകുപ്പിന്റെ വനത്തിനുള്ളിലെ നിർമ്മിതികളെ കുറിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് കൊണ്ടുവന്ന് വിവിധ പദ്ധതികൾക്കായി വന്യമൃഗ സംരക്ഷണം എന്നാണ് ഇവർ പറയുന്നത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ, അവയ്ക്ക് കുടിവെള്ളം കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവ സുരക്ഷിതമായിരിക്കാൻ വനത്തിനുള്ളിൽ അവർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു എന്നവർ കണക്ക് പറയുമ്പോൾ എന്ത് നിർമ്മിതികളാണ് അവിടെ നടന്നിട്ടുള്ളത്? അത് കൃത്യമായി
അന്വേഷണം നടക്കണം, വിജിലൻസ് തന്നെ അന്വേഷിക്കണം. കാരണം എനിക്ക് കൃത്യമായി അറിയാം, മറയൂരിലടക്കം, ചിന്നാറിലടക്കം, ഗവിയിലടക്കം, പെരിയാർ ടൈഗർ റിസർവിലടക്കം ഈ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് വിനിയോഗിച്ചിരിക്കുന്നത് വന്യമൃഗ സംരക്ഷണത്തിലല്ല, മറിച്ച് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് സുഖവാസ കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിക്കാൻ. ബഹുനില മന്ദിരങ്ങൾ പണിതിട്ടുണ്ട് ഐബികളായിട്ട്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞ് ബഹുനില മന്ദിരങ്ങൾ പണിത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ തമ്പടിക്കുന്നു. ഇതിന് അനുവാദമുണ്ടോ? വനത്തിന്റെ തൊട്ടടുത്തുകൂടി നമ്മുടെ തൊടുപുഴയ്ക്ക് പോകുന്ന വണ്ണപ്പുറത്തിനടുത്തൊക്കെ വനത്തിനടുത്ത് കൃഷിഭൂമിയിൽ തൊഴിലുറപ്പുകാര് റോഡ് കോൺക്രീറ്റ് ചെയ്തപ്പോ കേസെടുത്ത വനം വകുപ്പാ. വനത്തിനടുത്തുള്ള കൃഷിഭൂമിയില് തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിടുത്തെ പഞ്ചായത്ത് മുഖാന്തരം റോഡ് കോൺക്രീറ്റ് ചെയ്തപ്പോ കേസെടുത്ത വനം വകുപ്പ് വനത്തിനുള്ളിൽ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നു ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ IB കേന്ദ്രങ്ങളിലേക്ക് പോകാൻ. അവിടെ ബഹുനില മന്ദിരങ്ങൾ പണിതിരിക്കുന്നു. ഇതൊക്കെ ഏത് പദ്ധതി പ്രകാരമാണ്? കൃത്യമായ വിജിലൻസ് അന്വേഷണം നടക്കണം. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് കേരളത്തിലെ വനത്തിനുള്ളിൽ നടത്തിയിരിക്കുന്ന വനം വകുപ്പ് ചെലവഴിച്ചിരിക്കുന്ന പണങ്ങൾ എന്തിന്റെയൊക്കെയാണെന്നത് കണ്ടെത്തട്ടെ. കൃത്യമായ രേഖയൊന്ന് പുറത്തുവിടട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ പരിസ്ഥിതി സംഘടനകളെയും നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വാളെടുക്കുന്നവൻ മുഴുവൻ വെളിച്ചപ്പാടാകരുത്. കൃത്യമായ നിയമങ്ങൾ പാലിക്കണം. ചെനക്കനലിലെ ബോട്ടിംഗ് നിർത്തിയത് ടൂറിസത്തെ ഗുരുതര ഭവിഷ്യത്തായിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്, ഇതൊക്കെ പരിസ്ഥിതി സംഘടനകൾ എന്ന് പറയുന്ന കടലാസ് സംഘടനകളാണെങ്കിൽ അവയെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണം. ജോൺസൺ കൊച്ചുവർമ്മൻ സാറ് പറഞ്ഞതിനോട് ചേർത്ത് എനിക്ക് അവസാനമായിട്ട് അച്ഛന് പറയാനുള്ളതും കൂടെ പറഞ്ഞു നമ്മൾ അവസാനിപ്പിക്കാം. ജോൺസൺ കൊച്ചുവർമ്മൻ സാറ് പറഞ്ഞതിനോട് ചേർത്ത് എനിക്ക് പറയാനുള്ളത്, ഈ കാർബൺ ഫണ്ടിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്ന അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ഈ കടലാസ് സംഘടനകൾ പൈസ മേടിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ വനം വകുപ്പിന്റെ കാര്യം ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു, ജോൺസൺ സാറ് തന്നെ പറഞ്ഞു. ഞാൻ അന്നത്തെ മീറ്റിങ്ങിൽ മന്ത്രിയോട് നേരിട്ട് ചോദിച്ചതാണ്, സാറേ എനിക്കൊരു സംശയമുണ്ട്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനോടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇന്ന് പിതാവ് ഉണ്ടായിരുന്നു, ജോൺസൺ തൊഴുത്തുങ്കൽ സാർ ഉണ്ടായിരുന്നു, അവരുടെ പ്രധാന ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, വനം വകുപ്പിന് കാർബൺ ഫണ്ട് ലഭിക്കുന്നുണ്ടോ? ഞാൻ കൃത്യം പോയിന്റഡ് ആയിട്ട് തന്നെ ചോദിച്ചു. അദ്ദേഹം അന്നേരം പറഞ്ഞു, വനം വകുപ്പ് കാർബൺ ഫണ്ട് ലഭിക്കുന്നില്ല, ഇനി ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റിയാലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയല്ല ജോൺസൺ സാറെ പറഞ്ഞേ? സാറൊന്ന് പ്രതികരിച്ചതിനെ കുറിച്ച്. കാർബൺ ഫണ്ട് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്, കാർബൺ ഫണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് മന്ത്രി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അതെ, മന്ത്രി തന്നെ അന്ന് എന്നോട് ഉത്തരം പറഞ്ഞ അങ്ങനെ. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി വേണം. ഈ വനം വകുപ്പ് കാർബൺ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇല്ല, ഇനി എങ്ങനെയാന്ന് പറയാൻ പറ്റിയാലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു സംശയം നമുക്ക് തോന്നിപ്പോകും. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പരസ്യമായിട്ട് ഉത്തരം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഈ കാർബൺ ഫണ്ടിന് വേണ്ടി ഇവരെന്തെങ്കിലും വിക്രിയ കാണിക്കുന്നുണ്ടോ? കർഷകരോടാണോ കാർബൺ ഫണ്ടിനോടാണോ ഇവർക്ക് സ്നേഹമെന്നുള്ളത് പൊതുജന മധ്യത്തിൽ നമ്മൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യണം. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്കറിയാവുന്നതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഇടപെടലുകൾ എത്രത്തോളം ക്രിയാത്മകമാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് പലപ്പോഴും പൊതുജനങ്ങൾക്ക് സംശയമുള്ളത്. കാരണം ഗ്രൗണ്ട് ലെവലിലേക്ക്, സാധാരണക്കാരന്റെ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും കാര്യങ്ങളൊന്നും ക്രിയാത്മകം ആകുന്നില്ല എന്ന പരാതികളിൽ നിന്നും ഗതികെട്ടാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഗതികെട്ടാണ് ജനങ്ങൾ പലപ്പോഴും ഇപ്രാവശ്യം നടന്ന ഇലക്ഷനിൽ പോലും പ്രതികരിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ എല്ലാ പോസിറ്റീവായിട്ടുള്ള നയങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് കാലങ്ങളായി ഈ ഗവൺമെന്റുകളെ മാറി മാറി കാണാൻ തുടങ്ങിയ ജനങ്ങൾക്ക് പലപ്പോഴും എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാനും, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാനും മടിയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനിയെങ്കിലും ഗവൺമെന്റ് ജനങ്ങളുടെ ഈ പ്രതികരണങ്ങൾ ഈ അവസാന നിമിഷമെങ്കിലും, കാരണം മലയോര മേഖലകളിൽ നിന്നെല്ലാം ഇന്ന് കൃഷി ചെയ്യാൻ പോലും ആളില്ലാത്ത വിധത്തിൽ ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല രാജ്യങ്ങളിലേക്കുമായി ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലെങ്കിലും ഗവൺമെന്റിന് നല്ല ബുദ്ധി ഉണ്ടാവുകയും ക്രിയാത്മകമായി ഇടപെടലുകൾ നടത്തുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ അവിടുത്തെ അവസ്ഥകൾ ക്രമീകരിക്കുകയും ചെയ്യുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി.